എന്താ സിദ്ധു കേക്കുന്നുണ്ടോ? ആ പറഞ്ഞോ. ഇല്ല, ഞാൻ ശനിയാഴ്ച കുഴിപ്പുറത്ത് പോവും. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞായറാഴ്ച വരത്തുള്ളൂ. ആ ഞാൻ ആരെയും കൊണ്ടുപോകണല്ലോ, ഒറ്റയ്ക്ക് പോകുള്ളൂ. ഞാനാ? ഏത് ഞാൻ? അത് ഇവള് പാറു, അവളും വരുന്നു കുഴിപ്പുറത്തേക്ക്. എന്റെ സിദ്ധു എനിക്കൊന്ന് പ്രാന്താ ഇവളെയും കൊണ്ട് പോവാനായിട്ട്. ഇവളെയും കൊണ്ട് പോയാൽ ഭയങ്കര ചടങ്ങായിരിക്കുന്നേ. പാറു മിണ്ടായിരിട്ടാ. ആ സിദ്ധു, ഞാൻ പറഞ്ഞില്ലേ ഇവളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങായിരിക്കും. എനിക്ക് വയ്യ തലവേദന നോക്കാൻ. ആ സിദ്ധു, ഞാൻ വിളിക്കാട്ടാ. അമ്മൂമ്മ ഒന്ന് ഇതെന്താ പതിവില്ലാണ്ട് ആരോടും പറയാണ്ടൊക്കെ വന്നേ? നിങ്ങളുടെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അമ്മേനെ വിളിച്ചു പറഞ്ഞോ? അമ്മ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും പറയാഞ്ഞത്. എന്തോ അമ്മൂമ്മ ഇങ്ങനെയൊക്കെ പറയണേ? നീ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ തന്നെ നിന്നോ? ഇങ്ങനെ അടുക്കളയിൽ നിന്നാ എൻ്റെ മുട്ട് വയ്യാതെ വന്ന്. നമുക്ക് വയ്യാതെ വന്നാലേ ആരും കാണത്തില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ എല്ലാവരും കാണും. നമുക്ക് വയ്യാതെ വന്നാൽ ആരും കാണത്തില്ലെന്നോ? നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ. ഓ വേണ്ട, ഇതിനകത്ത് കുറഞ്ഞ് മഞ്ഞപ്പൊടിയുണ്ട്, പിന്നെ കുരുമുളകുണ്ട്, പിന്നെ മുളകുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. കൊണ്ടുവെക്ക്. എന്തിനാ കുറച്ചാക്കണേ? മൊത്തം അങ്ങോട്ട് ഐസ്ക്രീം ആക്കാറുന്നല്ലോ. ഐസ്ക്രീമിന്റെ കൃഷിയെ അവിടെ തുടങ്ങിയിട്ടില്ല മക്കളെ. മോള് തന്നെ അപ്പൂപ്പനോട് പറ തുടങ്ങാൻ. എന്താ പറയുമ്പോഴും ഉണ്ടല്ലോ അതിനൊരു മറു വർത്താനം. അവള് പറയും എന്താ അപ്പൂപ്പ ഐസ്ക്രീമിന്റെ കൃഷി തുടങ്ങാത്തേന്ന് വരുമ്പോ തന്നെ. എടി അവനെവിടെ പോയി? ബാലു സൈറ്റിൽ പോയി. പിള്ളേർ പഠിക്കാൻ പോയോ? ഓ പഠിക്കാൻ പോയി. വിഷ്ണു എന്തിയെ പോയോ? ജോലിക്ക് പോയോ? അവൻ രാവിലെ തന്നെ പോയി. അവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ വലിയ വിഷമം. എന്ത് വിഷമം? എടി അവന് ഇത്രയും പ്രായമായില്ലേ, അവന്റെ കല്യാണം വല്ലതും നടന്നോ? ഓ അതാണോ? കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും കേശു പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ മുടി നരച്ചു തുടങ്ങിയല്ലോ എന്ന്. അന്ന് ഇവിടെ കിടന്ന് ഉണ്ടാക്കിയ ബഹളം എന്റെ അമ്മോ. അത് പിന്നെ ചുമ്മാ കളിയാക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം വരൂലേ? ഇവിടെ ഉള്ളവർ തമ്മി കളിയാക്കൽ ഇച്ചിരി കൂടുതലാ. സീരിയസ് ആയിട്ട് പറയണമെന്നല്ലോ, ജസ്റ്റ് തമാശക്ക് പറയണതല്ലേ. കളിയാക്കാൻ മിടുക്കൻ നിങ്ങളുടെ അച്ഛനാ. ഓരോ വാക്കിന്റെ ഇടയിലും അവൻ കളിയാക്കിക്കൊണ്ടിരിക്കും. അത് അമ്മൂമ്മ പറയണ്ട. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അമ്മൂമ്മ അച്ഛനെ കളിയാക്കാറില്ലേ? അത് പിന്നെ അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കണ്ടായോ? എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലേ അവനെ കയറി എൻ്റെ തലയെ കയറിയിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, അമ്മൂമ്മ അടുത്ത് അച്ഛന് ഭയങ്കര സ്നേഹമാണ്. അയ്യോ ഭയങ്കര സ്നേഹം. അവനെ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അമ്മ അങ്ങനെയൊന്നും പറയണ്ട. ബാലുവിന് ആരോടും ഒരു വിരോധവും ഇല്ല. പിന്നെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതല്ലാണ്ട് ഉള്ളിലൊന്നും വെച്ചിട്ടല്ല പറയണേ. എൻ്റെ നീലു, നീ ഇങ്ങനെ അവനെ ഇങ്ങനെ പുകഴ്ത്തി അങ്ങ് ആകാശത്ത് കൊണ്ട് വെക്കല്ലേ. അയ്യോ നമുക്കിതിവിടെ നിർത്താനാണ് നല്ലത്. ബാലുവിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ അടി കൂടേണ്ടി വരും. വേറെ എന്തെങ്കിലും പറ. അത് മാത്രോ അച്ഛനെ പറ്റിയാ പറയുന്നത്? അതും കൂടെ കേട്ടുകൊണ്ട് വന്നിട്ടല്ലോ, പൂർത്തിയായി. ആരെടുത്ത് വേണേലും അവൻ സംസാരിച്ച് പിടിച്ചു തന്നോളൂ. ഈ ഒരു കാര്യം ഇപ്പോഴാ ആലോചിച്ചേ. ഞാൻ സിദ്ധുവിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കണേന്ന് ഇപ്പൊ പറയാട്ടാ. എടി ഈ വിഷ്ണുവിന് ഇപ്പൊ എങ്ങനെ ശമ്പളമൊക്കെ കൂടുന്നുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല ശമ്പളം. പിന്നെ ഇപ്പൊ ഈ അടുത്തായിട്ട് 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ശമ്പളം കൂടിയായിരുന്നു. 5 പൈസ ചിലവാക്കത്തില്ല. വളരെ കുറച്ച് പൈസ അവൻ്റെ കൈ വെച്ചിട്ട് കംപ്ലീറ്റ് പൈസ എൻ്റെ കയ്യിൽ കൊണ്ടുതരും. പിന്നെ ഇവിടെ പാലിന്, കറണ്ടിന്, വെള്ളത്തിന് ഒക്കെ അവനാ പൈസ കൊടുക്കണത്. അങ്ങനെ കിട്ടുന്ന പൈസ മൊത്തം നിന്റെ കൈ കൊണ്ടുവന്ന് നീ അതെല്ലാം എടുത്തങ്ങ് ചെലവാക്കിക്കൊണ്ടിരിക്കില്ലയോ? അയ്യോ ഞാൻ ചെലവാക്കില്ല, ഞാൻ എല്ലാം സൂക്ഷിച്ചൊക്കെയാ ചെയ്യണത്. നല്ല കാര്യം. നീയേ മോൻ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചേ നീയാണ് കൊച്ചിന്റെ കല്യാണം നടത്തിപ്പിക്കാത്തതെന്നേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനല്ലയോ? അയ്യോ നാട്ടുകാരുടെ അല്ലെങ്കിലാണല്ലോ ഞാൻ ജീവിക്കണം. നാട്ടുകാരെന്തെങ്കിലും പറയണോ? എനിക്കങ്ങനെയൊന്നുമില്ല. അവനോട് വന്നേ വെറുതെ വഴക്കിടാൻ വേണ്ടി. എന്താ പറയുമ്പോഴും അവിടെ ഒരു സ്വഭാവം ഇതാ. ബാ കൊച്ചേ നമുക്ക് ഇങ്ങോട്ട് പോയേ.